നമ്മൾ അഥവാ ഒരു ക്ലാസ്സിൽ പോയി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും സ്വയം പഠിക്കാനുള്ള സോഴ്സുകൾ അവരുടെ കയ്യിലും പോക്കറ്റിലുമുണ്ട്. അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ചില നെറ്റുകളിലില്ലാത്ത അല്ലെങ്കിൽ സോഴ്സുകളിലില്ലാത്ത അവർക്ക് കൊടുക്കേണ്ട ചില കാര്യങ്ങൾ, അക്ഷരങ്ങളും ഫോർമുലകളും തത്വങ്ങളും ജ്ഞാനങ്ങളുമൊക്കെ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലും കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൊടുക്കാതെ കിട്ടാത്ത ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ കൂടിയാണ് ഇതുപോലെയുള്ള കൂട്ടായ്മകൾ. ജർമ്മൻ ചൊല്ലുണ്ട്, 1000 ദിവസം ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിനേക്കാളും ഒരൊറ്റ ദിവസം ഒരു അധ്യാപകൻ്റെ കൂടെ ഇരുന്നാൽ കിട്ടും എന്ന ഒരു ചൊല്ല് നമ്മളൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും, അധ്യാപകരായ നിങ്ങളൊക്കെ. യഥാർത്ഥത്തിൽ എത്രമാത്രം സത്യമാണത്! എത്ര വലിയ അറിവിൻ്റെ ശേഖരങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും ഒരു അധ്യാപകനിൽ നിന്ന് കിട്ടേണ്ട ഒരു ചൂടും ചൂരും, അവരിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു സംസ്കാരവും കൈമാറേണ്ട തലമുറകളായി അമ്പിയാക്കന്മാർ മുതൽ മഹാന്മാർ മുതൽ ചിന്തകന്മാർ മുതൽ കാലത്തിന് തലമുറകൾക്ക് കൈമാറേണ്ട അത് നെറ്റുകളിലില്ല, ഗ്രന്ഥങ്ങളിലില്ല, അക്ഷരകൂടാരങ്ങളിലില്ല. അത് നമ്മിൽ നിന്ന് തന്നെ കിട്ടണം. പക്ഷെ അത് കൊടുക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? അതാണ് പ്രശ്നം. അധ്യാപനം യഥാർത്ഥത്തിൽ അതിൻ്റെ ചരിത്രം എന്നെക്കാളും എത്രയോ കൂടുതൽ അറിയുന്ന പണ്ഡിതന്മാർ ഈ സദസ്സിൻ്റെ ഇപ്പുറത്തും അപ്പുറത്തും ഇരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അധ്യാപനം എന്ന് പറയുന്നത് ഒരു തൊഴിലായിരുന്നില്ല. അതിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഋഷിമാരും മുനിമാരും അവരുടെ മുമ്പ് പ്രവാചകന്മാരും അധ്യാപകരായിരുന്നു. അവർ മുഅല്ലിമുകളായിരുന്നു, ആദ്യത്തെ ഉസ്താദുമാർ. അവരെ പല പേരിലും നമ്മൾ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഈ ഉസ്താദുമാർ ശമ്പളം കിട്ടും എന്ന് കരുതിയിട്ടായിരുന്നില്ല അവർ പഠിപ്പിച്ചിരുന്നത്. എൻ്റെ കുട്ടികൾ, എൻ്റെ സമൂഹം ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. പ്രവാചകനാകുന്ന ആ ഗുരുനാഥനെ പറ്റി പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വചനമുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫാ. അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപനങ്ങൾ, ദീനിൻ്റെ, വിശ്വാസത്തിൻ്റെ, ധർമ്മത്തിൻ്റെ ചാപ്റ്ററുകൾ അവർ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി വിശ്വാസത്തിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ദുഃഖത്താൽ സ്വയം നശിക്കുമാറായിരുന്നു. അതിനു മാത്രം ദുഃഖം നിങ്ങൾക്കുണ്ടെന്ന് പ്രവാചകനോട് അള്ളാഹു പറയുന്നുണ്ട്. അവരൊക്കെ മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ പഠിക്കാതെ വഴിതെറ്റി ധർമ്മം വിട്ട് ജീവിക്കുമ്പോൾ അവർ ദുഃഖിച്ച് സ്വയം ഉരുകിത്തീരാറുണ്ടായിരുന്നു എന്നാണ് അത് പഠിപ്പിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ഓരോ പ്രവാചകന്മാർ, അതിനുശേഷമുള്ള ഇപ്പുറത്ത് വന്ന മുഴുവൻ മതവിശ്വാസികളും ഇസ്ലാം വിശ്വാസികളും അല്ലാത്തവരും മതമുള്ളവരും ഇല്ലാത്തവരുമായ ആദ്യകാല ഗുരുനാഥന്മാരെ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, അധ്യാപനം ഒരു തൊഴിലായിരുന്നില്ല, അതൊരു ധർമ്മമായിരുന്നു. മനുഷ്യൻ്റെ ഒരു നിർബന്ധമായ, ഒരു പ്രകൃതിദത്തമായ ഒരു വിചാരമായിരുന്നു അധ്യാപനം. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ അധ്യാപകന്മാർക്ക് കൃത്യമായും അവരുടെ ബാധ്യതയുണ്ടായിരുന്നു. ആ ബാധ്യത കുട്ടികളുടെ മനസ്സിൽ പതിയുകയും ചെയ്തിരുന്നു. ആ കുട്ടികളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എൻ്റെ ഗുരുനാഥൻ, എൻ്റെ ഉസ്താദ് എന്നെ ഈ നിലക്ക് വളർത്തി എന്ന ഒരു ബോധം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ആ ബോധമാണ് ഇന്ന് നഷ്ടപ്പെട്ട് ഇന്നൊരു തൊഴിലായി മാറിയപ്പോൾ നമുക്ക് സുഖമായി ജീവിക്കാനുള്ള ഒരു തൊഴിലായി അധ്യാപനം മാറിയിട്ടുണ്ട്. ഞാൻ ഓർത്തു പോകാറുണ്ട് പലപ്പോഴും, മാസാമാസം പെൻഷൻ വാങ്ങുമ്പോൾ ഞാൻ അധ്യാപകനായിരുന്ന കാലത്ത് ഞാൻ വാങ്ങിയിരുന്ന ആദ്യത്തെ ശമ്പളത്തിൻ്റെ 100 ഇരട്ടി പെൻഷൻ ഞാനിപ്പോൾ വാങ്ങുന്നുണ്ട്. ഞാൻ ഓർത്തു പോകുന്നു, കാവലം എവിടെ എത്തി? ഇതാണ് പെൻഷനെങ്കിൽ
ഒരു അധ്യാപകൻ്റെ ശമ്പളം എത്രയായിരിക്കും? ഇത്രയധികം സൗകര്യങ്ങൾ നമുക്ക് കിട്ടിയപ്പോൾ അതൊരു ശമ്പളത്തിൻ്റെ ജോലിയായി പലപ്പോഴും അധ്യാപകർ പറയാറുണ്ട്, നിങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എനിക്ക് കിട്ടേണ്ട ശമ്പളം കൃത്യമായി കിട്ടുമെന്ന് അവസാനത്തെ കള്ളിക്ക് പറഞ്ഞൊഴിയുന്ന അധ്യാപകരെ പറ്റി കേൾക്കാം. യഥാർത്ഥത്തിൽ അതാണ് വസ്തുത.